ഗൈസ് അങ്ങനെ നമ്മളിന്ന് ആദ്യമായിട്ട് കോളേജിൽ വന്നിട്ട് നമ്മൾ പുറത്തോട്ട് പോവുകയാണ് ഗൈസ്. നമ്മൾ ഗേറ്റ് പാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ മിഥുനുണ്ട്, അതിലുണ്ട്, സഞ്ജയ് ഉണ്ട്. ഇവരെല്ലാവരും കൂടിയാണ് നമ്മളിവിടെ പുറത്തോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് ഒന്ന് മുടിയൊക്കെ വെട്ടിച്ച് ആ പോകുന്ന മൊട്ടത്തലേൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കണം. നമ്മളെ ഇവിടുന്ന് കുലാന എന്താ പറയുക നമ്മുടെ കോളേജിൻ്റെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകാം. അപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ കോളേജിൻ്റെ വണ്ടി ഇവിടെ കാണുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുള്ള ഇരിപ്പാണ്. അങ്ങനെയെങ്കിലും ചിരിക്കുന്നത് കാണാമല്ലോ. ശിവനങ്ങനെ ചിരിക്കാറില്ല, ഭയങ്കര ഗൈസ്. അങ്ങനെ ഞങ്ങൾക്ക് വണ്ടി കിട്ടാതെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളിവിടെ ആദ്യമായിട്ട് വന്നിട്ടൊരു കട കാണുന്നു. ഈ കാണുന്നതെല്ലാം നെൽപ്പാടങ്ങളാണ്. ഇതിൻ്റെ അപ്പുറത്ത് കടുക് പാടമുണ്ട്. കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷേ ഇത് ഉള്ളതുകൊണ്ട് ഇവിടെ അടുത്ത് കടകളൊന്നുമില്ല. ഞാൻ ആദ്യം ഇവിടെ കാണുന്ന കട ഇതാണ്. ഇവിടെ ആകെയുള്ളൊരു കട ഗൈസ്. അങ്ങനെ ഞങ്ങൾ വണ്ടി കിട്ടാതെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്ത് ചെയ്യാൻ പറ്റും? ഈ കാണുന്നതെല്ലാം നെൽപ്പാടമാണ്. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നതൊക്കെ ഇവിടെ കടുക്. വണ്ടി കിട്ടാതെ പാവം പിടിച്ച പയ്യന്മാർ നടന്നു പോവുകയാണ്. മരുഭൂമി കൂടെ വെള്ളം കിട്ടാൻ നടക്കുന്ന പോലെ ആ കാണുന്നത് റോഡാണ്, ആ കാണുന്ന റോഡാണെന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. വേണ്ട ഗൈസ്, ഈ കാണുന്നത് ഈ കടുക് പാടത്തിലെ കടുകൊക്കെ വിളവിന് ശേഷം അവര് പറിച്ചിങ്ങനെ മണ്ടയ്ക്ക് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് പറിക്കാനുള്ളതാണ് കാണുന്നത്. വണ്ടി കിട്ടാതെ നടന്ന് ഗൈസ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഹോസ്റ്റൽ ഇവിടെ നിന്ന് കാണാം. ആ കാണുന്നതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. ഗൈസ് 3 കിലോമീറ്റർ നടക്കണമെന്നും പറഞ്ഞ് ഇവന്മാർ ഷോർട്ട് കട്ടിൽ കൂടെ ഒരു പാടത്തിൻ്റെ നടുക്ക് ഒരു വരമ്പേ കൂടെ കൊണ്ടുപോവുകയാണ് ഗൈസ്. ഇപ്പോൾ കാണിക്കുന്നത് 4 കിലോമീറ്ററാണ്. എന്തോ മണ്ടന്മാരായി ഇവന്മാരെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവിടെ റെസ്റ്റോറൻറ്റിൽ എത്തിപ്പെടുമെന്ന് അറിയത്തില്ല. അവിടെ കാണുന്ന റോഡാന്ന് തോന്നുന്നു. അവിടെ എങ്ങനെയെങ്കിലും എത്തിച്ചേരണം ഗൈസ്. ഇത് കണ്ടോ, ആരൊക്കെയോ വന്ന് അപ്പിയിടുന്ന മണ്ണ. നല്ല വാടകയുണ്ട്. ഇതിൽ കൂടെ ഒക്കെ ആരാടാ ഈ വഴി കൂടെ പോകണമെന്ന് സജസ്റ്റ് ചെയ്തേ? അല്ലല്ല, ഇവനാ സഞ്ജയ്യ ഗൈസ്. അങ്ങനെ നടന്ന് നമ്മൾ ഒരു വഴി പോലത്തെ സംഭവം കണ്ടുപിടിച്ചു ഗൈസ്. അയ്യോ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇച്ചിരി ഫുഡ് കഴിക്കാൻ പോകുന്നത്. എന്ത് ചെയ്യണം? ഡ്രസ്സൊക്കെ കണ്ടോ, എല്ലാം കീറിപ്പോയേനിപ്പം. നമ്മുടെ ഷൂവും പാൻറ്റും എല്ലാം ഈ പരുവായി ഗൈസ്. ഇത് കണ്ടോ, ഇവൻ്റെ പാൻറ്റ് പുതിയ പാൻറ്റാ. ഇതിൻ്റെ നൂല് വരെ അഴിഞ്ഞു പോയി. ഈച്ച ഇരിക്കുന്നു. അണ്ണാച്ചികൾ മുഖമൊക്കെ ചുമന്നുണ്ട്. ഞാൻ ജീൻസ് ഇട്ടുകൊണ്ട് അത്ര വലിയ കുഴപ്പമുണ്ടായില്ല. എന്നാലും കുഴഞ്ഞു കഴിച്ചു. നമുക്കിനി റെസ്റ്റോറൻറ്റിലോട്ട് നടക്കാം. ഞങ്ങൾ 3 പേര് ഒരു വഴി കൂടെ വന്ന് സഞ്ജയ് ഞങ്ങളിവിടെ വന്ന സഞ്ജയ് വേറെ വഴി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ വേറെ വഴി കൂടെ നടന്നതാണ്. അവനിപ്പം റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് ഞങ്ങളെ വിളിച്ച്. ഇനി ഞങ്ങൾ 5 മിനിറ്റ് കൂടെ നടക്കണം, എന്നാലേ ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തത്തുള്ളൂ. more than Malay Afghan is costly. No. Take this out of मुझे जब 15 मिनट पहुंचेगा അങ്ങനെ നമ്മുടെ ഓട്ടോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
കാരണം നമ്മളിപ്പോൾ പോകുന്ന ഓട്ടോയ്ക്കകത്ത തിരക്കാണ് കാണുന്നത്. ഒരു 10-12 പേരെങ്കിലും കാണും ഒരു ഓട്ടോയ്ക്കകത്ത്. അങ്ങനെയുണ്ട്. അവന്മാരെ എല്ലാം ഡിക്കി കയറ്റി ഞാൻ മാത്രം ഫ്രണ്ടിൽ കയറി. ഇപ്പം എൻ്റെ അടുക്ക നിറയെ ആൾക്കാരാണ്. എന്ത് ചെയ്യും ഗൈസ്? ഇവന്മാരെ എന്നെ ചതിച്ച് ഗൈസ്. ഇവന്മാർ 3 പേരും പുറകിൽ കയറിയിട്ട് എന്നെ ഒന്ന് കയറ്റി. എനിക്ക് ഫോൺ വെക്കാൻ പോലും ഇപ്പോൾ ഇടവില്ല. അതുപോലെ ആൾക്കാരാണ്. എൻ്റെ മടിയിലൊക്കെ ആൾക്കാർ കയറി ഇരിക്കുന്നത് ഗൈസ്. ഞാൻ എന്ത് ചെയ്യും? കാളയാണ് ഗൈസ് ആ നടന്നു പോകുന്നത്. ഇച്ചിരി കാള നടന്നു പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ പാളത്തിൽ കൂടെ വരെ നടക്കേണ്ടി വന്നു. ട്രെയിനിൻ്റെ കൊണ്ട് അവിടെ ട്രെയിനൊക്കെ കൊണ്ട് അവിടെ ഓണാക്കിയിട്ടിട്ടുണ്ട് ഗൈസ്. ഹരിയാനയിലെ തത്തമ്മയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനത്തെ തത്തമ്മ പറഞ്ഞു പോയാൽ ഇവിടെ വന്നു. ഇവിടുത്തെ പെട്ടിക്കടകളൊക്കെ കണ്ടോ? ഇവിടുത്തെ തിരുവോരങ്ങളിലൂടെ ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കും. ഇവിടുത്തെ ചായക്കടയാണ് ചേച്ചി കാണുന്നത്. ചായക്കട. ലൈൻ ആ ഗൈസ്. അങ്ങനെ നമ്മൾ മുടി വെട്ടാൻ കയറിയിട്ട് നമ്മളിതാ ഇറങ്ങി. മുടിയൊക്കെ കഷണ്ടി വരുന്നുണ്ട്. നമ്മൾ മുടി വെട്ടാൻ പോയിട്ട് ഇതാ ഓട്ടോ പാലത്തിൻ്റെ അപ്പുറത്ത് ബൈപ്പാസിൻ്റെ അപ്പുറത്ത് ഓട്ടോ കിട്ടത്തില്ല. അപ്പോൾ ബൈപ്പാസ് കയറി ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ ബൈപ്പാസ് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബൈപ്പാസ്. ഗൈസ് അങ്ങനെ ഇപ്പം 7 മണി ആറായിട്ടും നമുക്ക് വണ്ടി കിട്ടുന്നില്ല. ഒരു ഓട്ടോ പോലും കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്നാണ്. അതല്ലേ ഒരു ഓട്ടോ വരുന്നുണ്ട്. നമുക്കൊന്ന് പരിഗണിച്ച് യാതൊരു നോക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ ഒരു ജ്യൂസ് കടയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കിട്ടി. നമുക്ക് ഒന്ന് കാണിച്ചു തരാം. ഐസ്ക്രീമൊക്കെ ഇട്ട ഷേക്കാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. കഴിച്ചു നോക്കാം. ഐസ്ക്രീമൊക്കെ ഇട്ട ഷേക്കാന്നിട്ട് ബനാന ഷേക്കാണ്. നമുക്ക് കഴിച്ചു നോക്കാം. പിസ്തയാണോ ഐസ്ക്രീം? ഐസ്ക്രീം ഇട്ടിരിക്കുന്ന പിസ്തയാണ്. അങ്ങനെ ഗൈസ് നമ്മൾ 100 രൂപയ്ക്ക് കറി ഗൈസ്. അങ്ങനെ നമ്മൾ 1 ഡസൻ പഴവും വാങ്ങി നമ്മളിതാ തിരിച്ച് നമ്മുടെ കോളേജിൽ വന്നിരിക്കുകയാണ്. നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ മിഥുൻ സേഫായിട്ട് ഞാനിവിടെ എത്തിച്ചു. ഇവർ കണ്ടം വഴി ഓടിയെങ്കിലും ഞാനിവരെ ഇവിടെ എത്തിച്ചു. നമ്മുടെ അതിന് ഞാനിവിടെ സേഫായിട്ട് തന്നെ എത്തിച്ചു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.